അപ്പോൾ ഗൈസ് നമ്മളിനി തിരിച്ച് പോവുകയാണ്, വാൻകൂവറിലോട്ട് പോവുക. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ബാങ്കോക്കിൽ നിന്ന്, ഇന്നില്ല. അത് 28-നേ ഉള്ളൂ. ഇന്നിപ്പോൾ 26-ആണ്. നമുക്ക് 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ടൈം ഒരു വെക്കേഷൻ ടൈം കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഹോങ്കോങ്ങിൽ പോവുകയാണ്. ക്യാത്തെ എടുത്ത് ഹോങ്കോങ്ങിൽ ചെന്നിട്ട് ഹോങ്കോങ്ങിൽ നേരത്തെ ഞാൻ എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ക്യാത്തെ സീറ്റുണ്ട്. ഹോങ്കോങ്ങിൽ നിന്ന് ഇച്ചിരി ടൈറ്റാണ്, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ക്യാബ് പറഞ്ഞിട്ടുണ്ട്. ക്യാബ് ഇപ്പോൾ വരും. ക്യാബിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ആക്ച്വലി 1300 തായ് ബാത്താണ് ആയത്. വലിയ കൂടുതലൊന്നുമല്ല. അവരുടെ ക്യാബിൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ട് യൂസ് ചെയ്യാം. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ശരി ഒരു ബാങ്കോക്കിലൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന അങ്ങനെ അവരുടെ ഞാൻ എടുത്ത നമ്പറായത്. സെറ്റാണ്. അവർ വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വരും, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ 10 മിനിറ്റ്സ് വരും. നമ്മളിപ്പോൾ ഓൾറെഡി ലോബിയിൽ ഇറങ്ങിയിരുന്നു. കാണുന്നതെന്ന് പറഞ്ഞാൽ മിനി വാനാണ് ഇത്. ബാങ്കോക്ക് എയർപോർട്ടിലോട്ട് തന്നെ ഉള്ളതാണ്. ഇങ്ങനെയുള്ള സർവീസസ് ഉണ്ട്. ഒരു മിനി വാനിൽ ഇവർ വന്ന് പിക്ക് ചെയ്യും, ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്തോളൂ. ഇതിപ്പോൾ ഇച്ചിരി ചീപ്പറാണ്. എനിക്ക് തോന്നുന്നൊരു 300 ബാത്തൊക്കെ ഒരാൾക്കാകത്തുള്ളൂ. നമ്മൾ ബസ്സായിരുന്നു നമ്മൾ വന്നത്, പക്ഷേ ഈ സമയത്ത് ബസ്സില്ല. ബസ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് 8 മണിക്ക്. അപ്പോൾ നമ്മൾ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് മേക്ക് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ക്യാബ് എടുത്തത്. പക്ഷേ ക്യാബ് കുഴപ്പമില്ല. റേറ്റ് വൈസ് ഇത് ഓക്കെയാണ്. സർവീസ് ഇനി നമ്മൾ കയറിയിട്ട് പറയാം എന്തോ. വണ്ടി വന്നു. ഈ ടൊയോട്ട ക്യാമറിയാണ്. അങ്ങനെ അവർ നമ്മളെ കൊണ്ട് വിട്ട് ഗൈസ്. നല്ല സർവീസായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടുന്ന് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ബാങ്കോക്കിൽ നിന്ന് എന്തെങ്കിലും ടാക്സി സർവീസ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈവൻ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിം ബോർഡും ഒക്കെ പിടിച്ചുകൊണ്ട് എയർപോർട്ടിൽ നിൽക്കും. അപ്പോൾ ബാങ്കോക്കിനകത്തായാലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. ശരിയായി അതിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗ്രാബ് യൂസ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ ബാങ്കോക്കിൽ നിന്ന് പട്ടായയ്ക്ക് പോകണമെങ്കിൽ നല്ലൊരു സർവീസാണ്. 1300 ബാത്ത് എന്ന് പറയുമ്പോൾ വലിയ പൈസ ആവുന്നില്ല. ഡോളർ കൺവേർഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു $30-40 വരുന്നുള്ളൂ. നല്ല സർവീസായിരുന്നു. കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ടൈമിന് അവർ വന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒന്നുമില്ല. അവർ ക്യാഷ് ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനിയും നമ്മുടെ ഫ്ലൈറ്റ് സെറ്റാണോ നോക്കട്ടെ കേസ്. 2 ബാഗ് ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. സെറ്റായിട്ട് നമുക്ക് കാണാം. T3 ആണ് നമ്മുടെ ഗേറ്റ്. സീറ്റുണ്ട്. ഇവിടുന്ന് ഹോങ്കോങ് ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ബാങ്കോക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നവർ നേരത്തെ വരണം. നല്ല തിരക്കാണ് ഈ എയർപോർട്ടിൽ. ഇപ്പോൾ അന്ന് വന്ന് അത് അത്രയും തന്നെ ആളുണ്ട് ഇപ്പോഴും. അന്ന് എൻ്റെ ഫ്ലൈറ്റ് ഒരു 8 മണിക്ക് അല്ല ഒരു 9 സംതിങ്ങിനായിരുന്നു. ഇപ്പോൾ 8 o'clock. വലിയ വ്യത്യാസമില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ അത് നോക്കി വേണം എല്ലാം ട്രാൻസിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ മറ്റേ ബാങ്കോക്കിൻ്റെ സുവനീഴ്സൊക്കെ വേണമെങ്കിൽ തായ്ലൻഡിൻ്റെ സുവനീഴ്സൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടുന്ന് ഹോങ്കോങ് ക്യാത്തെ പസഫിക്കാണ്. എക്കോണമി സീറ്റാണ്. സീറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ സ്റ്റാഫ് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എയർലൈനാണ് ക്യാത്തെ. ഞാൻ ഇതിന് മുമ്പ് 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ബാങ്കോക്ക് ടു ഹോങ്കോങ് ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഉണ്ട് ഒരു ഉച്ചയ്ക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ബാങ്കോക്ക് ടു ഹോങ്കോങ്ങിൽ ചെന്നിട്ട് ഹോങ്കോങ്ങിൽ നിന്ന് അവിടെ ഒരു 380 അത് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളാക്കി കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അത് വാൻകൂവറിൽ നിന്ന് ഒരു ക്യാത്തെ പണ്ട് ഫ്ലൈ ചെയ്തത്. ഇപ്പോൾ അത് നിർത്തി. ക്യാത്തെ അത് JFK ന്യൂയോർക്കിൽ ഫ്ലൈ ചെയ്തിട്ട് അവിടെ നിന്നും കൂടെ അവിടെ നിന്നും പാസഞ്ചേഴ്സിനെ കയറ്റി ഫുള്ളാക്കിയിട്ട് ഹോങ്കോങ്ങിലോട്ട് ഫ്ലൈ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ ഫിലിപ്പീൻ എയർലൈൻസ് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് എമിറേറ്റ്സ് ഉണ്ട്. അത് വൈഡ് ഓപ്പൺ ആയിരുന്നു. ഈവൻ അതിനെനിക്ക് ഇച്ചിരി ചീപ്പ്. കൺഫേം ടിക്കറ്റ് മേടിക്കണമെങ്കിൽ ചീപ്പാണ്. നമ്മൾ തന്നെ സ്റ്റാഫ് ടിക്കറ്റിലായതുകൊണ്ട് അതൊന്നുമില്ല. എനിവേസ് അതൊക്കെ വിട്ടേക്കാം. നമ്മൾ പിന്നെ നേരെ ഗേറ്റിലോട്ട് പോകാം ഗൈസ്. ആക്ച്വലി ലിക്കറൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ചീപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിൽ ലിക്കറൊക്കെ അത്യാവശ്യം നല്ല ചീപ്പാണ്. അപ്പോൾ ലിക്കറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ബിക്കോസ് ബാത്തിലുള്ള കൺവേർഷൻ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഫ്രൂട്ട്സ് ഒന്നും ഒരു രക്ഷയില്ല ഗൈസ്. കിടറ്റൻ ഫ്രൂട്ട്സാണ്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ ഒക്കത്തില്ലെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് വേണ്ടി ഇവിടെ ഉണ്ട്. മാംഗോ ഉണ്ട്, ഗോവ ഉണ്ട്, ഈവൻ ദൂരിയാൻ വരെ ഉണ്ട്. ദൂരിയാനൊക്കെ നമുക്ക് ഹോട്ടലിലോ ഫ്ലൈറ്റിലോ ഒന്നും കേരളത്തിലൊന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്, ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ടുപോകാൻ ഗൈസ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യണ്ട. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ക്യാത്തെ പസഫിക്കിൻ്റെ ഇത് എയർബസ് 330-300 എയർക്രാഫ്റ്റാണ്, വൈഡ് ബോഡി എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ബോർഡിംഗ് പാസൊക്കെ കിട്ടി.
സീറ്റ് ഉണ്ട്. അല്ലെ പിന്നെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് അവിടുന്ന് ബോർഡിംഗ് പാസ് തരത്തില്ല, ഗേറ്റിൽ വന്നിട്ട് തരത്തുള്ളൂ. ഒരു ഡമ്മി ബോർഡിംഗ് പാസ് ആയിരിക്കും ഗേറ്റിൽ വരാൻ വേണ്ടി തരുന്നത്. അപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ടൈറ്റാണ്. എയർ കാനഡ ഫ്ലൈറ്റ് ടൈറ്റാണ്. അല്ല നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കണം. അങ്ങനെ നമ്മൾ ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്ത് ഗൈസ്. കാത്തേ പസഫിക്കിൻ്റെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും ഇറങ്ങാൻ വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമുക്കും ഇറങ്ങാം. നമ്മൾ ഹോങ്കോങ്ങിലെത്തി. ഹോങ്കോങ്ങിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് 6 മണിക്കേ ഉള്ളൂ വാൻകൂവറിലോട്ട്. ഫ്ലൈറ്റ് ടൈറ്റാണ്. കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഹോങ്കോങ്ങിൽ ഇറങ്ങി നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാനുള്ള ടൈമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ, ഇന്നത്തെ ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയേ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പരിപാടി. എന്തായാലും ഹോങ്കോങ്ങിൽ നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് വെളിയിറങ്ങുന്നുണ്ട്. അങ്ങനെ വെൽക്കം ടു ഹോങ്കോങ് ഗൈസ്. നമുക്കിനി നമ്മൾ അറൈവൽസിലാണ് വന്നത്. ഇനി നമുക്ക് ഡിപ്പാച്ചേഴ്സിൽ പോയി വേണം നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ. പക്ഷേ അതിപ്പോൾ ഇവിടെ 12:30 ആയതേ ഉള്ളൂ. നമുക്ക് അടുത്ത ഫ്ലൈറ്റ് 6-നേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 6 hours ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാനൊക്കെ ഒന്ന്. എന്തായാലും നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ അറിയാനേ ഒക്കത്തുള്ളൂ. ഫ്ലൈറ്റ് കട്ട ഫുള്ളാണ് ഗൈസ്, ഒന്നും പറയാനൊക്കത്തില്ല. നമുക്ക് നോക്കാം എന്താകുമെന്ന്. പിന്നെ ഇവിടുത്തെ വിസ പ്രൊസീജിയറൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പ്രത്യേകിച്ച് കനേഡിയൻ പാസ്പോർട്ടേഴ്സിന് അങ്ങോട്ട് വന്ന് ഇറങ്ങി ഇമിഗ്രേഷനിൽ പാസ്പോർട്ട് കാണിച്ചാൽ മതി, അപ്പം തന്നെ നമുക്ക് ഇറങ്ങി പോരാം. പക്ഷേ ഈവൻ ഇന്ത്യൻസിനും ഇവിടെ വിസ ഓൺ അറൈവലുണ്ട്. ഇന്ത്യൻസിന് പക്ഷേങ്കിൽ അത് നമ്മൾ ഓൺലൈൻ വിസ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ അപ്രൂവലിന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു $150 ഉണ്ട്, അതിന് ഫീ ഉണ്ട്. ഇവിടുത്തെയും കറൻസി ഡോളേഴ്സാണ്. പക്ഷേങ്കിൽ കനേഡിയനെക്കാട്ടി വാല്യൂ കുറവാണ് അതിന്. എനിക്ക് എക്സാക്ട്ലി എത്രയാണെന്ന് അറിയത്തില്ല, ഞാൻ അത് പറയാം. ഗൈസ്, എയർ കാനഡ ഫ്ലൈറ്റ് ഓവർ സോൾഡാണ് കാണിക്കുന്നത്. എയർ കാനഡ 6 മണിക്കേ ഉള്ളൂ. 3:10 കാത്തേ പസഫിക്കിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ സീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും അതങ്ങ് എടുക്കും. എയർ കാനഡ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിവിലേജസും ഉണ്ട്. പിന്നെ കാത്തയ്ക്കാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ അവരുടെ സ്റ്റാഫിനായിരിക്കും അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഏതായാലും ഞാൻ അതിൽ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം കാത്തേ തന്നെ കയറി പോകും ഗൈസ്. പക്ഷേ കാത്തയുടെ സർവീസൊക്കെ അടിപൊളിയായിരുന്നില്ല. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കിട് സർവീസ് ആയിരുന്നു, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. യെസ് ഗൈസ്, നമ്മൾ ഇന്നലെ പെട്ടു. നമ്മൾ ഹോങ്കോങ്ങിൽ പെട്ടു. നമുക്ക് പോകാൻ പറ്റിയില്ല, ഫ്ലൈറ്റ് എല്ലാം ഫുള്ളായിരുന്നു. നമ്മളൊരു 10-11 മണി വരെ എയർപോർട്ടിൽ, 10 മണി വരെ നമ്മൾ എയർപോർട്ടിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 12 മണിക്ക് ഒരു കാത്തേ ഉണ്ടായിരുന്നു, അത് വേണേൽ നമുക്ക് ട്രൈ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ സീറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഇമെയിൽ വന്നായിരുന്നു. ബട്ട് സ്റ്റിൽ പിന്നെ വൈഫൈ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്കും വയ്യായിരുന്നു. അപ്പോൾ നമ്മളൊരു റൂം എടുത്തു. നമ്മളിവിടെ ഹോട്ടലിൽ, എയർപോർട്ടിനടുത്ത് തന്നെ ഒരു ഹോട്ടലെടുത്തു. അപ്പോൾ ഇതാണ് ഗൈസ് ഹോങ്കോങ്ങിലെ നമ്മുടെ വ്യൂ. നമ്മുടെ റൂമിൽ നിന്നുള്ള കണ്ടില്ല, ഇവിടുത്തെ ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, അങ്ങ് പടുകൂറ്റൻ ബിൽഡിങ്സാണ്.
പക്ഷേ ഇതാണ് ഇവിടുത്തെ ടാക്സിയൊക്കെ പഴയ ടാക്സീസാണ്. പക്ഷേ അല്ലേ ഇവിടുത്തെ ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൊക്കി കെട്ടിയേക്കുവാണ്. എനിവേസ് ഇവിടെ ഞാൻ കണ്ടിടത്തോളം ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ്. പക്ഷേങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ഭയങ്കര ചീപ്പാണ്. ഈവൻ ഫുഡ് മറ്റെല്ലാം വെളിയിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഭയങ്കര ചീപ്പാണ്. പക്ഷേങ്കിൽ സ്റ്റേ ഇച്ചിരി എക്സ്പെൻസീവാണ്. ഇതാണെങ്കിലും നമുക്ക് ഇച്ചിരി ഡീലിനാണ് കിട്ടിയത്. ഞാനത് റൂം കാണിക്കുന്നില്ല, ബിക്കോസ് റൂമിൽ സാധനങ്ങളെല്ലാം അടിച്ച് വാരിയിട്ടേക്കും. അതുകൊണ്ട് റൂം കാണിക്കുന്നില്ല. പക്ഷേ റൂമിൽ നിന്നുള്ള വ്യൂ കാണിക്കാം, വേറെ ലെവലാണ്. ഇതൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ എനിവേസ് നമ്മൾക്ക് ഇന്നിനിയും 2 മണിക്ക് നമ്മൾ ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോകും. 2 മണിക്ക് നമ്മൾ ANA ട്രൈ ചെയ്യാൻ പോവാം. ANA ഇവിടുന്ന് ജപ്പാൻ ടു വാൻകൂവർ. നമുക്ക് നോക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണ്ട. ബിക്കോസ് ഇവിടെ 7-Eleven നിന്നൊക്കെ ഭയങ്കര ചീപ്പായിട്ട് എടുക്കും, ഫുഡ് കിട്ടും. ഇന്നലെ എനിക്കത് എന്തോ ഡീലുണ്ടായിരുന്നു, അങ്ങനെയാണ് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് കിട്ടിയത്. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വെച്ചു. 7-Eleven നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്. അപ്പോൾ ഫുഡിൻ്റെ സ്പ്രെഡ് ചെറുതായിട്ടത് കാണിച്ചു വിടാൻ. ഇത് ഫുഡിൻ്റെ ഒരു കമനീയ ശേഖരണമാണ് കേസ്. പക്ഷേ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നമുക്കിന്ന് ട്രാവൽ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കാനൊക്കത്തുള്ളൂ. പക്ഷേ കിടിലൻ ഫുഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് 2 ദിവസമൊക്കെ നമ്മളിവിടെ സ്റ്റേ ചെയ്തായിരുന്നെങ്കിൽ അടിച്ച് സെറ്റായിട്ട് ഫുഡൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേങ്കിൽ അതിനുള്ള ഇതില്ല. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഹെവി ഫുഡ് കഴിക്കാനൊക്കത്തില്ല. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കൈ. പ്രത്യേകിച്ച് എടുത്തില്ല. പക്ഷേ എന്തൊക്കെ ചെറുതായിട്ട് എടുത്തുള്ളൂ. ഒരു ഓംലെറ്റ് എടുത്തു, ഒരു ഫ്രൈഡ് ബൺ. ഇതൊക്കെ യൂഷ്വലി നമ്മളിവിടെ കാണാത്തതാണ്. പിന്നെ ഇത് ഫ്രൈഡ് പംകിൻ. പിന്നെ ഇവരുടെ കുറേ ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിനി ട്രാവൽ ചെയ്യേണ്ടതുണ്ട്, വയറിന് പണി മേടിച്ച് കെട്ടേണ്ട അർത്ഥമുണ്ട്. ഞാൻ അധികം എടുക്കുന്നില്ല, എന്നാലും ട്രൈ ചെയ്യണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഇതാണ് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വലിച്ചു വാരി കഴിക്കാറില്ല. എന്നുവെച്ച് കഴിക്കാറില്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇത് കഴിക്കട്ടെ ഗൈസ്. സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നടന്ന് ഗൈസ്. ഏതായാലും നമുക്ക് ഫുഡ് മാത്രം കഴിച്ചാൽ പോരല്ലോ, അതിൻ്റെ അതൊരു ഇതാകണ്ടേ, വർക്കൗട്ടും കാര്യങ്ങളും കൂടെ നടക്കണ്ടേ. എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ബിൽഡിങ്സാണ്. കണ്ടില്ല, ഇത് ഈ ബിൽഡിങ്സ് എല്ലാം ഒരേ ഈ ലെവലിലാണ് കെട്ടി വെച്ചേക്കുന്നത്. ഇത് ചിലപ്പോൾ ഇവരുടെ സിറ്റിയുടെ റിക്വയർമെൻ്റ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ. പക്ഷേ അത് തന്നെ കാണാൻ നല്ല രസമാണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ ഈ ടാക്സീസ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി പഴയതുപോലെ തോന്നുന്നു. പക്ഷേ ബസ്സൊക്കെ കണ്ടില്ലേ, മറ്റേ ഡബിൾ ഡെക്കർ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ വേറെ വെളിയിലോട്ടൊന്നും ഇറങ്ങാനുള്ള ടൈമൊന്നും ഇല്ല. ബിക്കോസ് എനിക്കിപ്പോൾ 3 hours എയർപോർട്ടിൽ ചെല്ലണം. ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ANAയിലാണ്. ANA ഫ്ലൈറ്റ് ഞാൻ ഇതുവരെ കയറിയിട്ടുമില്ല. ANA ഹോങ്കോങ് ടു ടോക്കിയോ ടു വാൻകൂവർ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടില്ലേ ഈ ബിൽഡിങ്സ് ഇങ്ങനെ, ഇതെല്ലാം കറക്റ്റ് ഒരേ ലെവലിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതായത് അത് തന്നെ കാണാൻ നല്ല രസമുണ്ട്. കാരണം ഞാൻ ഇതാണ് ഇവിടുത്തെ ടാക്സിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ ടൈപ്പ് ടാക്സീസാണ്. പക്ഷെ നല്ല ആളുകളാണ്. നമ്മൾ പൊതുവെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ചീപ്പാണ്. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഇതെടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ അത് കിട്ടിയോണ്ട് ഞാനങ്ങ് എടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ 7-Eleven നിന്നൊക്കെ ഫുഡൊക്കെ മേടിക്കാൻ തന്നെ ഭയങ്കര ചീപ്പായത്. ഓക്കെ, എൻ്റെ ഷേവിങ് ക്രീം തീർന്നായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതിൻ്റെ താഴെ തന്നെ 7-Eleven ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പാണ്. ശരി, കമ്പാരിറ്റീവ്ലി നമുക്ക് അവിടെ കിട്ടുന്നതിന് ഒത്തിരി ചീപ്പാണ്. പിന്നെന്തുവാ 7-Eleven എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാനഡയിൽ നിന്ന് മൈൻഡ് ചെയ്യാത്തൊരു ഷോപ്പായി 7-Eleven എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ലൈഫ് സേവറാണ് ഈ 7-Eleven എന്ന് പറയുന്നത്. 7-Eleven കിട്ടാത്തതായിട്ടൊന്നുമില്ല. എന്നാൽ കാനഡയിൽ കിട്ടുന്ന 7-Eleven എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവുമാണ്. ഈ സൂപ്പർ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും വിലയും കൂടുതലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി സാധനമാണ്, വിലയും കുറവ്. എല്ലാവർക്കും 7-Eleven ഡിപ്പെൻഡ് ചെയ്ത് എല്ലാവരും കഴിയുന്നു. അപ്പോൾ നമുക്കിനി നേരെ പോകാൻ സെറ്റാകാം ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് ഷട്ടിൽ ഹോട്ടലിൻ്റെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അതെടുത്ത് നമ്മൾ എയർപോർട്ടിലെത്തി. ഇത് അത്യാവശ്യം നല്ല തിരക്കുള്ള എയർപോർട്ട്. പക്ഷേ എനിക്ക് കണ്ടിടത്തോളം നല്ല ഓർഗനൈസ്ഡ് ആയല്ല.
തിരക്കാണ്, പക്ഷേങ്കിൽ സ്റ്റിൽ എല്ലാം ഓർഗനൈസ്ഡ്. ഇപ്പോൾ കാത്തയുടെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ, ഹോങ്കോങ് എയർലൈൻസിൻ്റെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ, പിന്നെ മറ്റുള്ള എയർലൈൻസ് എല്ലാം അവർ വേറൊരു സൈഡിലോട്ടാക്കിയേക്കും. പിന്നെ ഇരിക്കാനും ഒക്കെ അത്യാവശ്യം സൗകര്യമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഒത്തിരി കൺജസ്റ്റഡ് അല്ല. നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന ANA ടോക്കിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുമോ ഇല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നമ്മളത് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടെ ഹോങ്കോങ്ങിൽ നിൽക്കും, ഹോങ്കോങ് പോയി എക്സ്പ്ലോർ ചെയ്യാം. അല്ലാതെ തന്നെ അങ്ങനെ ഗൈസ് നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടി. നമുക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ ടോക്കിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ടോക്കിയോ ചെന്നിട്ട് അവിടുന്ന് വാൻകൂവർ, നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ഗേറ്റ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഹോങ്കോങ്ങിൽ നിൽക്കണമെന്നുള്ളത് നമ്മുടെ പ്ലാനിലില്ലായിരുന്നു ഗൈസ്. പക്ഷേ ഇതാണ്, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ നമ്മൾ വെറുതെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഇന്നലെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, രാവിലെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റ് വൈഡ് ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. പിന്നെ ANA ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലാത്തൊരു ഫ്ലൈറ്റ്, അടിപൊളി സർവീസാണെന്നൊക്കെ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് വേറെ ലെവലായില്ലേ. അപ്പോൾ താങ്ക്സ് ഗൈസ്. നമുക്കിനിയും അകത്ത് ചെക്ക് ഇൻ ഇമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമ്മൾ ചെക്ക് ഇൻ സെക്യൂരിറ്റി പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇത് ഫുള്ള് ഇതായിരുന്നു, ഗേറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്റ്റാമ്പ് കിട്ടിയില്ല, കുഴപ്പമില്ല. ഇവിടെ പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ്. DJ പോക്കറ്റ് 3 ഒരെണ്ണം വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. നോക്കട്ടെ. ഡ്രോണ്, ഇത് നമ്മുടെ സ്കൂട്ടർ ലഗേജ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു കമ്പനിയെ ചേർന്ന് നമ്മൾ ഏതായാലും ടോക്കിയോയിലോട്ടാണ് പോകുന്നത്. ടോക്കിയോയിൽ ഇതിൻ്റെ വേറെ ലെവലായിരിക്കും. ആ DJI 3യുടെ വിലയൊന്ന് നോക്കട്ടെ ഗൈസ്. ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേസ്. ഇവിടെ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. നമ്മൾ ഒരെണ്ണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേനും വേറെ അടിപൊളി ഒരു സാധനം ഇവിടെ കാണും. പിന്നെ വിലയുടെ കാര്യത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാധനം വേണേലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് സെറ്റായിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാം, 10 പൈസ മുടക്കില്ല. കിഡിലൻ എയർപോർട്ടാണ്, ഇതൊന്നും പറയാനില്ല. നല്ല വെൽ ഓർഗനൈസ്ഡാണ്, വലിയ എയർപോർട്ടാണ്. ഇത് ഒരുപാട് ഫ്ലൈറ്റ്സ് വരുന്നൊരു എയർപോർട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഈവൻ വലിയ എയർപോർട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് എയർപോർട്ട് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര വലുതാണ്. പക്ഷേങ്കിൽ ഇത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. നമ്മുടെ ഈവൻ ടെർമിനൽ 3 ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ നമ്മൾ ഓടിച്ചാടി അതുപോലെ അങ്ങ് ക്രൗഡ് അവിടെയാണ്. പക്ഷേ ഇത് കണ്ടില്ല, ഇത് എല്ലാത്തിനും എല്ലാം ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എല്ലാത്തിനും. അല്ല ചുമ്മാ അങ്ങ് വലിച്ചു വാരിയിട്ടേക്കും അല്ല കണ്ടില്ലേ. അതിനുള്ള സ്പേസും ഉണ്ട്, അതുപോലെ ഇവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങ് കിടക്കുമോ ഇതങ്ങ്. ഏതായാലും പൊളി. ഹോങ്കോങ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഹോങ്കോങ്ങിൽ ഇറങ്ങണമെന്നുള്ളത് നമ്മുടെ ഒരു ഇതായല്ലോ, ഇറങ്ങി എന്നുള്ളൊരു സംഭവം കൂടെ ആയല്ലോ. എന്തായാലും അടിപൊളിയാണ്. നമുക്ക് ഹോങ്കോങ് ഇനിയും വരാം, വന്ന് വീഡിയോ ഒക്കെ ചെയ്യാം. ബിക്കോസ് ഹോങ്കോങ് ഫ്ലൈറ്റ്സ് ബിസി അല്ലാത്ത ടൈമുണ്ട്, അന്നേരം നമുക്ക് വരാം. ഡയറക്റ്റ് ഫ്ലൈറ്റ് വാൻകൂവറിൽ നിന്ന് ഇഷ്ടം പോലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു സൈഡ് മൊത്തം കാത്തയുടെ ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ, ആ സൈഡിൽ അല്ലാത്ത ഫ്ലൈറ്റ്സ്. പക്ഷേ ഈവൻ ആ കാത്തയുടെ ഫ്ലൈറ്റ്സും ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇവിടെ കാത്തയ്ക്ക് മാത്രമായിട്ടുള്ള ഗേറ്റ്സ് ആണെന്ന് തോന്നുന്നു. അതിൽ കുറേ നടപ്പുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്തോണം. നമുക്ക് തന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ഒരു 15 to 20 minutes നടപ്പുണ്ട്. അങ്ങനെയല്ല, ഇവിടെ വന്ന് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ലൈക്ക് ഇവിടെ വന്ന് നമുക്ക് ലൈക്ക് ഒരു ചെയറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനൊരു USB ചാർജർ എല്ലാം കൂടെ ഉള്ള ഒരു ടേബിളൊക്കെ അതിവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന ANA കേസ് നമ്മൾ പോകുന്നത്. ANA 787 Dreamliner ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം നേരെ തന്നെയാണ് കേസ്. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ANA ബെസ്റ്റ് സർവീസാണെന്ന് കേട്ടത്. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ANAയുടെ റിവ്യൂ. ANAയിലാണ് നമ്മൾ പോകുന്നത്. ANA ജപ്പാൻ്റെ എയർലൈനാണ്. ഞാനിപ്പോൾ അവരങ്ങനെ മാറിയതേ ഉള്ളൂ. ഇപ്പോൾ ഇവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ അവരുടെ സ്റ്റാഫ് എല്ലാം വന്ന് പ്രോപ്പർലി ഡ്രസ്ഡ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുക. കാരണം ഒരു എയർലൈനും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ ആ ചെക്കിനെ അങ്ങോട്ട് വന്ന് ഭയങ്കര തിരക്ക് പിടിച്ച് അങ്ങോട്ട് തുടങ്ങും. ANA വെൽ ഓർഗനൈസ്ഡ് ആണ്. ഞാൻ വാൻകൂവറിൽ ഞാൻ പണ്ട് സ്വിസ് ബോട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ANAയുടെ ഫ്ലൈറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ എപ്പോഴും അവരുടെ ഒരു നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്റ്റാഫ് ആ ഗ്രൗണ്ടിൽ കാണും. അവർക്ക് ആ ആൾക്ക് ലോഡ് മാസ്റ്റർ എന്ന് പറയും. 2 സ്റ്റാഫ് കാണും, ഫ്രണ്ടിലും ബാക്കിലും അവരുടെ ആൾക്കാർ കാണും. എന്നുവെച്ചാൽ നമ്മുടെ വർക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയല്ല, എല്ലാം അവർ പ്രോപ്പർലി ചെയ്യുന്നതെന്ന് നമ്മളെ കാണിക്കുക. അതെനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത് മനസ്സിലായി. ബിക്കോസ് ഇത് അവർ ANAയുടെ
ഇത് ജപ്പാനിലല്ലല്ലോ, ജപ്പാനിലാണല്ലോ ഇവരുടെ മെയിൻ, ജപ്പാനിലല്ല. എന്നിട്ട് പോലും അവരിവിടെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് അടിപൊളി എയർലൈനാണ്. ഞാനിപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചായിരുന്നു, അവൻ സ്റ്റാൻഡ് ബൈ ഇതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു എന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയൊരു ചാൻസാണ് ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് തന്നെ ഇവിടെ ഫുൾ ഓണാണ്. എല്ലാം ലോഡിങ്, ബാക്ക് ലോഡിങ്, ഫ്രണ്ട് കാർഗോ ലോഡ് ചെയ്തു, ഡോർ ക്ലോസ് ചെയ്തു, ബാക്കിൽ കാർഗോ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുഷ് ബാക്ക് ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഗൈസ് ഒരു കിടിലം വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ANA ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഫുഡും ഒക്കെ വേറെ ലെവലായിരിക്കും ഗൈസ്, സെറ്റാക്കാം നമുക്ക്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് ഗൈസ്. കിടില സ്റ്റാഫൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫ്. ജെറ്റ് ബ്രിഡ്ജൊക്കെ വൺ അപ്ഡേറ്റഡ് ആകുന്നല്ലോ, നമ്മുടെ അവിടെ ഇത്രയും സെറ്റപ്പ് ഒന്നുമില്ല. താങ്ക് യു. ബിസിനസ് ക്ലാസ് ഒക്കെ നോർമലാണ്, എനിക്കതിനകത്ത് വലിയ നമുക്ക് സർവീസാണ് മെയിൻ. ഇത് പ്രീമിയം എക്കോണമി, ഇത് നമ്മുടെ എക്കോണമി. ഇതാണ് ഗൈസ് നമ്മുടെ വിൻഡോ സീറ്റ്. ഗൈസ് വന്നിരുന്നു, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ ഹെഡ്സെറ്റ്, ഒരു അടിപൊളി ഹെഡ്സെറ്റ് കേട്ടോ, അത് കവറിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കുക. പിന്നെ നല്ല സ്ക്രീന്, പിന്നെ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാനൊക്കെ റിമോട്ടുണ്ട്. വിൻഡോ സീറ്റാണ്, പക്ഷേ എയർക്രാഫ്റ്റ് അല്പം പഴയതാണ് തോന്നുന്നത്, എന്നാലും നല്ല സർവീസ്. ഇതുവരെ സോഫാർ ഓൾ കിട്ടും. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, വേറെ ലെവലേ അല്ലേ. ബെസ്റ്റ് ഇമ്പ്രഷൻ കിട്ടും. ഇവരുടെ ഒന്നാമത്തെ കാര്യം ഇവരുടെ സ്റ്റാഫ് ഒരു സ്മൈലിങ് ഫേസോടുകൂടി ഭയങ്കര പ്ലസൻ്റാണ് അവരുടെ ഫേസ് കാണാൻ. ചില എയർലൈനിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അവരെ കാണുമ്പോൾ തന്നെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റാണ്. ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരാളാണ്. ഇത്രയും ലെഗ് സ്പേസ് ഇട്ട് കളിക്കാനുള്ള സ്ഥലമാണ്, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ക്യാപ്റ്റയുടെ കുറേ എയർക്രാഫ്റ്റെല്ലാം കിടപ്പുണ്ട്. ഫ്രണ്ട് ലോഡിങ് എല്ലാം കഴിഞ്ഞു, ബാക്കിൽ ലോഡർ ഇപ്പോഴും ഹുക്കപ്പ് ചെയ്തേക്കുവാണ്, കഴിഞ്ഞെന്ന് തോന്നുന്നു. ഡിപ്പാർച്ചർ ടൈം ഓൾമോസ്റ്റ് ആയി, അപ്പോൾ സെറ്റ് ഗൈസ്. ഇവരുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഒരു ഫണ്ണി വേയിലാണ് അത് ചെയ്തേക്കുന്നത്, നമ്മളിരുന്ന് കണ്ടിരിക്കും, ആ ഒരു രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. എന്തായാലും അടിപൊളി. നമ്മൾ പുഷ് ബാക്ക് ചെയ്യാൻ തുടങ്ങുവാണ്, ഓൾമോസ്റ്റ് സെറ്റായി. യെസ്, അങ്ങനെ പുഷ് ബാക്ക് ചെയ്യുവാണ് ഗൈസ്. നമ്മളിവിടുന്ന് തിരിക്കുവാണ്. അപ്പോൾ ഇനിയും നേരെ ടോക്കിയോ ഞാൻ ഫസ്റ്റ് ടൈം, ഞാനും പോയിട്ടില്ല, ഇറങ്ങുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു ട്രാൻസിറ്റേ ഉള്ളൂ. ലെഗ് സ്പേസ് ഒരു രക്ഷയില്ലാത്ത കിട്ടും ലെഗ് സ്പേസ് ഉണ്ട്. കാരണം ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരാളാണ്, എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മൂവി എടുത്താലും അതൊരു 10-15 ലാംഗ്വേജിൽ കാണിക്കും ഏതിലാണ് നമുക്ക് കാണേണ്ടതെന്നുള്ളത്. എടുത്ത് പറയേണ്ടത് ഇവരുടെ സ്റ്റാഫിൻ്റെ സർവീസാണ് കേസ്, ഒരു രക്ഷയില്ല. കാരണം ഇവരുടെ ഭയങ്കര പ്ലസൻറ്റ് ഫേസാണ് അവരുടെ. എന്തെങ്കിലും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും എന്തെങ്കിലും വേണോ. ഇനിയിപ്പോൾ ഫുഡൊന്നും വന്നില്ല, ഫുഡൊക്കെ വന്നാൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരുടെ ഒരു
എന്താ പറഞ്ഞാൽ ഒരു ഇമ്പ്രഷൻ നമുക്ക് കിട്ടി. വേറെ ലെവലാണ് ANA സർവീസ്. ഇതുപോലെ തന്നെ ആയിരിക്കും ജപ്പാൻ എയർലൈൻസ് ഒരു അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിലിരുന്ന് വേണമെങ്കിൽ ഈ എയർക്രാഫ്റ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാം, ഏത് സീറ്റിലോട്ട് വേണമെങ്കിലും. അപ്പോൾ എൻ്റെ വൈഫി അപ്പുറത്തുനിന്ന് എനിക്ക് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അവർക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല ഗൈസ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. അങ്ങനെയുള്ള പല പുതിയ സെറ്റപ്പുകളും ഇതിലുണ്ട് ഗൈസ്. പുതിയ സെറ്റപ്പ് ആയിരിക്കത്തില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ മറ്റേ എയർലൈനിലൊന്നും കാണാത്ത ചില പ്രത്യേകതകളാണ് ഇതൊക്കെ. ഇവരുടെ ജാപ്പനീസ് ഡ്രിങ്ക്സ് ആണ് ഗൈസ് കൂടുതലുള്ളത്. കണ്ടില്ല, പെപ്സിയൊക്കെ എനിക്ക് തോന്നുന്നു ജപ്പാന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ സംഭവമൊക്കെ. ഈ പിക്ചറൊക്കെ വരുന്ന പെപ്സി നമ്മൾ കണ്ടിട്ട് പോലെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ANA ഒരു ഗ്ലാസ്സിൽ നല്ല സർവീസൊക്കെ. ജപ്പാൻ്റെ ഡ്രിങ്കൊക്കെ ഉണ്ട്, എനിക്കതൊന്നും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പെപ്സി എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ചുമ്മാ പറഞ്ഞതാണ്. അവരുടെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിട്ടിലെ ഫുഡാണ്. അതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ കണ്ടില്ല. ഇതൊരു സ്റ്റേക്ക് ബർഗർ റൈസ്, പിന്നെ സാലഡ്, ക്രാക്കർ, ഇതെന്തോ ഒരു സ്വീറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഐസ്ക്രീം, കിട്ടിലെ ഒരു ഐസ്ക്രീം. പിന്നെ ഞാനൊരു പെപ്സി പറഞ്ഞു, ഒരു വിസ്കിയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. അത് അവർ മിക്സ് ചെയ്ത് കോക്ടെയിൽ പോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആംബിയൻസ് ഞാൻ ആക്ച്വലി ഇത് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തു. നല്ല സെറ്റായിട്ടിരുന്ന് നല്ല ഒരു നമുക്ക് ഈ ഇത്രയും നേരം ഓൺ ബോർഡിൽ ബോറടിക്കാതിരിക്കാനുള്ള എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട്. അപ്പോൾ സെറ്റ് കേസ്. ഈ ഫുഡ് ഒന്ന് കഴിക്കട്ടെ. ഫുഡ് അടിപൊളി ഫുഡാണ് ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായത്. പിന്നെ കട്ട്ലറീസ് ഒക്കെ കണ്ടില്ല, ഇത് ഡിസ്പോസിബിൾ അല്ല, ശരിക്കുള്ള നമ്മുടെ സ്റ്റീൽ സ്പൂണാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ജാപ്പനീസ് ഫുഡാണ്. ജാപ്പനീസ് ഫുഡ് ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ അടിപൊളി ഫുഡാണ്. ഇന്ത്യൻ ഫുഡൊന്നും പ്രതീക്ഷിച്ചില്ല, അടിപൊളി ഫുഡാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ട് ഈ പെപ്സിയൊക്കെ എനിക്ക് തോന്നുന്നു ഇവർക്ക് വേണ്ടി ജപ്പാന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ് തോന്നുന്നു. മൊത്തം ജാപ്പനീസ് കേട്ടോ. പിന്നെ ഓൺ ബോർഡിൽ ഐസ്ക്രീം, അതും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സെറ്റ്. ഈ ഫ്ലൈറ്റ് ഞാൻ ഇനി അധികം കാണിക്കുന്നില്ല, ബിക്കോസ് ഇവിടെ ഇനിയും ടോക്കിയോയിൽ നിന്ന് വാൻകൂവറും നമ്മൾ ANA തന്നെ. അപ്പോൾ ബാക്കി അതേ കാണിക്കണ്ടേ. വാഷ്റൂം, പ്ലീസ് ഡു നോട്ട് ഫ്ലഷ് എനിത്തിങ് എക്സെപ്റ്റ് ടോയ്ലറ്റ് പേപ്പേഴ്സ്. പക്ഷേ ടോയ്ലറ്റ് പേപ്പേഴ്സും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഫ്ലഷ് ചെയ്യല്ലെന്നാണ്. ഇതിനകത്ത് ഇവിടെ ഗാർബേജ് ഉണ്ട്, അതിനകത്ത് ഇടാവുന്നതാണ്. പിന്നെ എന്നിട്ട് ഇത് ജപ്പാൻ്റെ ഐറ്റം ആയതുകൊണ്ട് ഇതൊക്കെ എന്ത്, ഇത് ബിഡേയാണ്. ഓക്കെ അതിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. എനിവേസ് നീറ്റാണ്, സെറ്റാണ്, ഓക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി ഒന്ന് ഉറങ്ങാൻ പോവാം. ഇനി നമുക്ക് ടോക്കിയോ ചെന്നിട്ട് കാണാം. നമ്മൾ ടോക്കിയോ ലാൻഡ് ചെയ്ത കേസ് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിനുള്ള ഗേറ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഫ്ലൈറ്റ് ടോക്കിയോ ടു വാൻകൂവർ. കേസ് നമ്മൾ ടോക്കിയോയിലെത്തി. ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സൈലൻ്റാണ് ആളുകൾ. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അലച്ചു വിളിച്ച് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അലച്ചു വിളിച്ച് കിടക്കുന്നതിന് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സൈലൻ്റ് ആയിരിക്കും കേസ്. ഞാനിനിയും ഇവിടുന്ന് കയറുന്നിടം വരെ. ഇനി ഫ്ലൈറ്റിലും അങ്ങനെ തന്നെയാണെന്ന് അറിയത്തില്ല. ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ വലിയ സ്ക്രീനൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചേക്കുന്നത്, കിയോസ്ക് പോലെ. പക്ഷെ അപ്പോൾ ഇതിൽ നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈമാണ്. വാൻകൂവർ ഫ്ലൈറ്റ് 9 സംതിങ്ങിനാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. 9:55 ഇപ്പോൾ ഇവിടെ 8:20 ആയതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഗേറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറാം. അതിനു മുമ്പ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കറങ്ങി കാണാനുള്ള ടൈമുണ്ട്, 1 hour ഉണ്ട്. സെറ്റാക്കി ജപ്പാൻ്റെ ഒരു ലോക്കൽ ഡ്രിങ്ക് ഞാൻ എടുത്തു. ഞാൻ എവിടെ ചെന്നാലും ആ കൺട്രിയുടെ ഒരു ലോക്കൽ ഡ്രിങ്ക് ഞാൻ വാങ്ങാറുണ്ട്. ഇവിടെ ജപ്പാൻ്റെ ഒരു 1 കളക്ഷൻ തന്നെ ഉണ്ട്. പക്ഷേ പറഞ്ഞാൽ മതി അതിനെല്ലാം കൂടെ. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് മേക്ക് ചെയ്തു. ഈ ഫ്ലൈറ്റ് നമ്മൾ മിഡിൽ സീറ്റാണ്, എന്നാലും കുഴപ്പമില്ല. ഫ്ലൈറ്റ് മേക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്ക് ടു വാൻകൂവർ
യാ അടിപൊളി എയർലൈനായിരുന്നു. എ എൻ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് എയർലൈൻ അല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതലും ഇത് ഈ എക്സ്പീഡിയ പോലത്തെ സൈറ്റ്സിലൊന്നും വരാത്തത്. പക്ഷേ എങ്കിൽ അടിപൊളി എയർലൈനാണ്. അവരുടെ സർവീസ് ഒരു രക്ഷയില്ല. ഫുഡ് ജാപ്പനീസ് ഫുഡാണ്, അത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ. ഇന്ത്യൻ ഫുഡൊന്നും പ്രതീക്ഷിക്കില്ല, പക്ഷേ അടിപൊളി സർവീസ് വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഉടനെ ഒരു ട്രാവൽ വീഡിയോ ഒന്നും കാണത്തില്ല, പക്ഷേ നമ്മൾ വാൻകൂവറിലെ വീഡിയോ ഒക്കെ ആയിട്ട് സെറ്റാക്കും. അങ്ങനെ വാൻകൂവർ ഇനി നമ്മൾ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് വീട്ടിൽ പോവുകയാണ്. നാളെ തൊട്ട് വർക്കും ഉണ്ട് ഗൈസ്. അപ്പോൾ സെറ്റ്. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്.